എല്ലാവർക്കും നമ്മുടെ കുടുംബം എല്ലാവരും കഴിഞ്ഞ വർഷമായിട്ടുണ്ടായിരുന്നു. അതെല്ലാത്തിനും സമയമുണ്ടല്ലോ. നമ്മൾക്ക് സമയം കഴിഞ്ഞ വർഷം തുടങ്ങിയത് അത് ജനിച്ചിട്ടുണ്ടായിരുന്നു. ആപത്തുകളൊന്നും ഇല്ലാണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അമ്മയുടെ വീട്ടിലിടാൻ പറ്റുകയാണെങ്കിൽ ഇനി ഇവിടുന്ന് എല്ലാം പോലെ കാര്യം നടന്നു പറഞ്ഞിട്ടില്ല നമ്മള് നെഗറ്റീവായിട്ട് പറയും. അതറിയാലോ, നടന്നതിന്റെ അസുഖത്തെ പറ്റിയിട്ടായിരുന്നു. നിങ്ങളെ വയ്യാണ്ടിരിക്കുന്ന ഒരു ആ സാഹചര്യമായിരുന്നു. അപ്പൊ നേർന്നുണ്ടായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ നേർച്ച കേട്ടോ. ഇത് പലരും നെഗറ്റീവായിട്ട് വരും, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോ വേറെ ഒന്നും നമ്മൾ പെട്ടെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതെല്ലാം സമയത്തിന്റെ ഇതുപോലെ നടക്കും, അത്രേ ഉള്ളൂ. നല്ലത് വേണ്ടി ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് എന്തെങ്കിലും മിസ് ചെയ്യണുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്ന ആള് ഞങ്ങളുടെ കൂടെ ഇല്ല. അതല്ലേ ചോദിച്ചു വന്നത്. കഴിഞ്ഞ കാലം കൂടെ ഉണ്ടായിരുന്നാണ്. ഇപ്രാവശ്യം അത് വല്ലാത്തൊരു മിസ്സിംഗ് ആണ്. നിങ്ങൾക്ക് ഷോക്കിംഗ് ആയിരുന്നു. പിന്നെ ഞങ്ങളൊരു കല്യാണത്തിന് പോയി വന്നപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. നമ്മൾക്ക് ഷോക്കിംഗ് ആയിരുന്നു. അവർക്ക് നല്ലതായിട്ട് തോന്നിയാൽ മതി. നമുക്ക് നല്ലതിനല്ല. എന്താ വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ച മാതിരി നടന്നിട്ടില്ല. അപ്പൊ നമുക്ക് നല്ലതിനല്ല. ഇനി എല്ലാം താനെ വഴി കാണാം, അത്രേ ഉള്ളൂ. എല്ലാം സേഫ് ആയിരിക്കട്ടെ എന്ന് വലിയ ദൈവത്തോട് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഞങ്ങളെല്ലാവരും നമുക്കത് കരയാനല്ലേ സാധിക്കുള്ളൂ. അങ്ങനത്തെ ഒരു കമന്റ് നമുക്ക് ആർക്കും ഞങ്ങളെ പറ്റാറില്ല. നല്ലത് പറഞ്ഞതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ മനസ്സിലെ വേദന എത്രത്തോളം നമുക്കറിയാം അല്ലേ. അതങ്ങനെ ഇരിക്കട്ടെ. അതാ പറയണത്. ഇനി എല്ലാം നല്ലതിനായിട്ട് വരട്ടെ. നമുക്ക് ടെൻഷനാണ് എന്ത് തെറ്റ് ചെയ്യുന്നത് എന്നും. ആദ്യം ഞങ്ങൾ ആയിക്കോണം എന്ത് വീഡിയോ ആയാലും സ്റ്റോറി കാണുന്നുണ്ട് ഇല്ല നമുക്ക് കാണില്ല. അത് മോളെ സേഫ് ആണെന്നിരിക്കാറുണ്ട്. ഒന്നും ഞാൻ എന്റെ മോളെ സേഫ് ആണെന്നിരിക്കാറുണ്ട്. അവിടെ എവിടെ പോയാലും നിങ്ങൾ രണ്ടാളും മകളല്ലാണ്ട് ആവില്ല. ആളല്ല ഒന്നും പറയണില്ല. ആ കേസിൽ ഒന്നും പറയണില്ല. എന്ത് പറഞ്ഞാലും നമുക്ക് തിരിച്ചടികളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിഷമിപ്പിക്കണ്ട. നെഗറ്റീവ് വരികയാണ്. അപ്പൊ അത് നല്ലതൊക്കെ നടക്കുമ്പോ എവിടെയൊക്കെ വെച്ച് നമുക്ക് തമ്മിൽ കാണാം അല്ലേ. എനിക്ക് കാണണം, എനിക്ക് നിങ്ങളെയും കാണണം. ഓക്കെ, പോട്ടെ. ഇതാണ് അമ്മ. ഒരമ്മയ്ക്ക് ഇങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ. എന്തായാലും അടുത്ത വർഷം പൊങ്കാലയിടാൻ കുഞ്ഞിനും ഫാമിലിയും കൂടെ ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു.